ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കല്ലുമ്മക്കായ വെച്ചൊരു സ്പെഷ്യലാണ് കേട്ടോ. പക്ഷേ ഈ കല്ലുമ്മക്കായ്ക്ക് വലിയൊരു കഥയുണ്ട്. ഇത് കടയിൽ നല്ല ലാഭത്തിന് കണ്ടപ്പോൾ ഞാൻ ഒരു 3 കിലോ മേടിച്ച് വന്ന് ആ വഴി മൊത്തം എൻ്റെ മനസ്സിൽ കല്ലുമ്മക്കായ നിറച്ചത് കഴിക്കണം. കാരണം ഞാൻ ഇതുവരെയായിട്ടും ട്രൈ ചെയ്യാത്തൊരു ഐറ്റമാണ്. ഇതൊക്കെ സ്വപ്നം കണ്ട് വീട്ടിലെത്തി ഞാൻ ആ സത്യം മനസ്സിലാക്കി. എന്ത് തേങ്ങയില്ല, പിന്നെ ഞാൻ എങ്ങനെ ഉണ്ടാക്കും എന്ന് ആലോചിച്ചിരുന്നപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് റെസിപ്പി മാറ്റിപ്പിടിക്കാം. കല്ലുമ്മക്കായ നിറച്ചത് വേണ്ട, നമുക്കൊരു കല്ലുമ്മക്കായ ബിരിയാണി ആയാലും വിചാരിച്ചു. എന്നാൽ പിന്നെ എൻ്റെ മനസ്സ് ഞാൻ വീണ്ടും ബിരിയാണി വയ്ക്കാം. അന്ന് രാത്രി മൊത്തം ഞാൻ ബിരിയാണി സ്വപ്നം കണ്ട് കിടന്നു. അടുത്ത ദിവസം കാലത്ത് എണ്ണിട്ടപ്പോൾ ഞാൻ പിന്നെ അടുത്ത സത്യം മനസ്സിലാക്കി. മല്ലിയില്ല, പുതിനയിലില്ല, കിസ്മിസില്ല, അണ്ടിപ്പരിപ്പില്ല. സങ്കടത്തോടെ ഞാൻ രണ്ടും കൽപ്പിച്ച് കല്ലുമ്മക്കായൊക്കെ വേവിക്കാൻ വെച്ച് കല്ലുമ്മക്കായ ഒന്ന് പൊളിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. അവിടെയും ദുരന്തം. അത് കഴിഞ്ഞ് മാറ്റി വെച്ച 1.5 കിലോ കൂടി എടുത്ത് മൊത്തം അങ്ങോട്ട് നന്നാക്കി വന്നപ്പോൾ കുറച്ച് കിട്ടി. എന്നാൽ പിന്നെ ഇത് മാത്രമായിട്ട് വെക്കാൻ പറ്റില്ല, കാരണം ഇത് ആകെ കൂടെ 100-200 ഗ്രാമുള്ളൂ. എന്നാൽ പിന്നെ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് മഷ്റൂം കണ്ടു. കൂട്ടത്തിൽ വെച്ച് ഇവൻ മാത്രമാണ് ഇതിൻ്റെ ഒപ്പം പോവുള്ളൂ. അങ്ങനെ രണ്ടും കൂടെ നമ്മൾ മസാല ആക്കി എടുത്തതിന് ശേഷം എന്നാൽ പിന്നെ നമ്മുടെ ചിക്കൻ റോൾ പോലെ എന്തുകൊണ്ട് നമുക്ക് കല്ലുമ്മക്കായ റോൾ ഉണ്ടാക്കി വിടാമെന്ന് ആലോചിച്ചു. അപ്പം നമ്മുടെ മാവൊക്കെ കുഴച്ച് വീർക്കാൻ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഏകദേശം ഈ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുത്തു. സത്യം പറഞ്ഞാൽ പൊരിച്ച് വരുമ്പോൾ ഈ ഭംഗിയൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ക്രം കോട്ടൊക്കെ ചെയ്തെടുത്തിട്ട് എണ്ണയിലിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം സെറ്റായി. അപ്പം അത്ര ഉള്ള ഇന്നത്തെ പരിപാടി. സംഭവം കിടുവാണ്, ചിക്കൻ റോളൊക്കെ പോലെ തന്നെ, പക്ഷെ നമുക്ക് കല്ലുമ്മക്കായുടെ ഫ്ലേവറൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. എങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. ഇതുപോലെ അടിപൊളി റെസിപ്പിക്ക് ഫോളോ ചെയ്യുക. അപ്പോൾ ബൈ.